സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ ഒരു കാര്യം പറയാം. അതായത് ഹസീനമാർ ഒരുപാടുണ്ട്. ഉള്ള കാര്യം എന്താ പറയുന്നതിന്, ഇന്ന് രാവിലെ തന്നെ തിരുവനന്തപുരത്ത് നിന്നും കേട്ട ഒരു വാർത്തയാണ്. അതായത് ഭർത്താവ് സുരേഷ് എന്ന് പറയുന്നവൻ ഹസീന ബീബി എന്ന് പറയുന്ന ആ ഒരു യുവതിയെ 4 മക്കളുടെ മുന്നിൽ വെച്ചിട്ടാണ് കൊലപ്പെടുത്തിയത് എന്നുള്ളൊരു ഞെട്ടിക്കുന്നൊരു വാർത്ത. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഹസീന ബീബി ഒരുപാട് നമ്മളെ നാട്ടിലുണ്ട്. അതായത് ഇതൊന്നൊന്നുമല്ല, ഏഷണി കയറ്റാനും അതുപോലെ തന്നെ ഇറക്കിക്കൊണ്ടുവരാനും വിളിച്ചിറക്കിക്കൊണ്ടുവരാനും പിന്നെ മതേതരത്വം പാടാനും ഇതിനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടാവും. പക്ഷേ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒറ്റപ്പെട്ടു പോകുന്നത്. അവർക്ക് പിന്നീട് ഒന്നുമില്ല. അതായത് അവർ ആരുടെ കൂടെയാണ് ഒളിച്ചോടുന്നത്? അതിൻ്റെ അകത്തുള്ള ഇനി ഹിന്ദു ആയിരിക്കാം, ചിലപ്പോൾ ക്രിസ്ത്യനായിരിക്കാം. അവരൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ വീട്ടുകാർ അംഗീകരിക്കും. അതുപോലെ തന്നെ അവർക്കായ പിന്നെ പല സ്ഥലങ്ങളും ഉണ്ടാകും, എല്ലാ കാര്യങ്ങളും ഉണ്ടാകും. പക്ഷേ അവിടെ പെട്ടുപോകുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾ തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ അവർക്ക് സ്വന്തം വീട്ടുകാരും ഉണ്ടാവില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. നേരെ മറിച്ച് എന്ന് പറഞ്ഞാൽ പുരുഷന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിൽ ഇറങ്ങി നടക്കുന്നവരാണ്. അവർക്ക് എല്ലാവരും ഉണ്ടാകും, കുടുംബങ്ങൾ ഉണ്ടാകും, അവരുടെ ജാതിപരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകും, അമ്പലം ഉണ്ടാകും, പള്ളി ഉണ്ടാകും, ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. നേരെ മറിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുസ്ലിം സ്ത്രീ ആയാലോ, ഒരു ഹിന്ദു സ്ത്രീ ആയാലോ, അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ ആയി കഴിഞ്ഞാലോ എന്ന് പറഞ്ഞാൽ അവർക്കൊന്നും ഉണ്ടാവില്ല. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ മുടിഞ്ഞ സംശയമായിരിക്കും. അതായത് നീ എൻ്റെ കൂടെ ഇറങ്ങി വന്നതല്ലേ, അതുപോലെ കയ്യും കാലും ആരെങ്കിലും കാണിച്ചു തന്നു കഴിഞ്ഞാൽ നീ അവരുടെ കൂടെ പോകില്ലേ എന്നുള്ള തരത്തിൽ മുടിഞ്ഞ സംശയം തന്നെയായിരിക്കും. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹസീന ബീബി എന്ന് പറയുന്ന ഈ സ്ത്രീ ഉണ്ടല്ലോ, ഇവർ നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ അവൻ്റെ അടുക്കുന്ന അനുഭവിച്ചിട്ടുണ്ടാവും. ശരിക്കും ഇതൊന്നും നമ്മൾ കാണുന്നൊന്നുമല്ല. അതായത് നമ്മൾ കാണാത്ത, അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നിരവധി തവണ പരാതിയുമായിട്ട് ചെന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഈ സ്ത്രീ ആണെങ്കിൽ ഇയാളെ വിട്ടിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെയോ, അതായത് ഏതൊരു ഫ്രണ്ടിൻ്റെ കൂടെ പോയായിരുന്നു. ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫ്രണ്ടൊന്നുമല്ല. അതായത് ഇവർക്ക് അവിഹിതമുണ്ട് എന്നുള്ളത് ഇവന്റെ സംശയം മാത്രമാണ്. അവര് 4 മക്കളെയും പൊന്നുപോലെ നോക്കിയിട്ട് ആ വീട്ടിൽ കഴിയുന്ന ഒരു വ്യക്തി തന്നെയാണ്. പക്ഷെ ഇവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹമാണെന്ന് ഇവൻ പറയുന്നത്. ഇതാണോ സ്നേഹം? അതായത് ഭാര്യയെ കൊലപ്പെടുത്തുന്നതാണോ സ്നേഹം? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. എന്ത് മാങ്ങാത്തൂലി സ്നേഹം എന്നാ പറയുന്നത്? അതുകൊണ്ടാണ് പറയുന്നത്, എൻ്റെ പൊന്നു മക്കളെ, ഇവിടെ ഏഷണി കൂട്ടാനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടാകും. ഇറങ്ങിപ്പോയിക്കോ, നമുക്ക് ഇവിടെ അടിപൊളിയായിട്ട് ജീവിക്കാം, ഇല്ലെങ്കിൽ മതമില്ലാതെ ജീവിക്കാം, ജാതിയില്ലാതെ ജീവിക്കാം എന്നൊക്കെ പറയാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. പക്ഷേ ഒരു സാധാരണ വീട്ടമ്മയാണെങ്കിൽ അവർ പെട്ടുപോകുന്നേ എനിക്ക് പറയാനുള്ളൂ. ഇന്നിപ്പോൾ അതിൻ്റെ അയൽവക്കത്തുള്ള ചില ആൾക്കാർ വന്നിട്ട് പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് അവരോട് പുച്ഛാൻ തോന്നിയത്. അതായത് അയൽവാസികൾ പറയാം, ഞങ്ങളാരും പോകത്തില്ല, അവിടെ എന്ത് നടന്നു കഴിഞ്ഞാലും ഞങ്ങളാരും പോകത്തില്ല. എന്തൊരു ദുരന്തം പിടിച്ച അയൽവാസികളാണ്. നിങ്ങളൊരു കാര്യം ആലോചിച്ചു നോക്കട്ടെ. അതുപോലെ തന്നെയെന്ന് പറഞ്ഞാൽ ഇവരോട് ചിലപ്പോൾ എല്ലാവർക്കും അവിടെ വെറുപ്പുമായിരിക്കും. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഇനി എന്ത് ഇതായാലും ശരി, ആരുടെ വാക്ക് കേട്ടിട്ടാലും ശരി, അച്ഛനും അമ്മയും തീരുമാനിക്കുന്ന അയാളെ മാത്രം വിവാഹം കഴിക്കുക. നിങ്ങൾക്ക് പ്രണയ വിവാഹമാണെങ്കിൽ തന്നെ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ജാതി മാറി കഴിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന ആദർശങ്ങളെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആളുകൾക്ക് നമുക്ക് പറയാം. ഇപ്പം എനിക്ക് വേണമെങ്കിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വെറുതെയെങ്കിലും നമ്മൾക്ക് അങ്ങനെ ചെയ്യണം, അതായത് നിങ്ങൾ ജാതി മാറി കല്യാണം കഴിക്കണം, അല്ലെങ്കിൽ മതം മാറി കല്യാണം കഴിക്കണം, മതം എന്നിട്ട് നിങ്ങളുടെ മതത്തിൽ നിങ്ങൾ ജീവിക്കണം എന്നൊക്കെ നമുക്ക് പറയാം. അതിന് ജോലിയും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെയാണ്. എൻ്റെ പൊന്നു മക്കളെ, ഇതൊന്നും ഇല്ലെങ്കിലില്ലേ, അതായത് നമ്മൾ ശരിക്കും തെണ്ടിപ്പോകുന്നേ എനിക്ക് പറയാനുള്ളൂ. ഒരാൾ പോലും നമ്മളെ ഹെൽപ്പ് ചെയ്യാനുണ്ടാവില്ല. കൃത്യം പറഞ്ഞ സമൂഹത്തിൽ തന്നെ എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥയുണ്ടാകും. അതുകൊണ്ടാണ് പറയുന്നത്, ഏഷണി കൂട്ടുന്നവർ കൂട്ടിക്കോട്ടെ, സ്വന്തം കാര്യം വരുമ്പോൾ എല്ലാവരും എന്ന് പറഞ്ഞാൽ പുറകോട്ട് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഈ നേതാക്കന്മാരെല്ലാം ഞങ്ങളന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. പല നേതാക്കന്മാരും നമുക്ക് പല വാഗ്ദാനങ്ങളും പല കാര്യങ്ങളും പറയാറില്ലേ. ഇവിടെ വന്ന് ആദർശം വിളമ്പുന്ന ആൾക്കാർ വരെ എന്ന് പറഞ്ഞാൽ സ്വന്തം മക്കളുടെ കാര്യം എത്തുമ്പോഴേ അവരെന്തുകൊണ്ടാണ് കൃത്യമായിട്ടുള്ള പോയിന്റ് എടുക്കുന്നത്? ഇപ്പം ഇതിനിടയ്ക്ക് ഞാനൊരു വലിയ നേതാവിൻ്റെ കല്യാണം കണ്ടു. അയാൾക്ക് ആകെയുള്ളത് ഒരേ ഒരു മകളാണ്. അപ്പം അതിൻ്റെ അകത്ത് വന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വർണ്ണമിടാത്ത ഒരു കല്യാണം, പക്ഷേ ബാങ്ക് ലോക്കറിൽ എത്ര പവനുണ്ടാവും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അത് കൃത്യമായിട്ട് കിട്ടുന്നവനും അറിയാം. അതായത് ബാങ്ക് ലോക്കറിൽ ഇത്ര പൈസ ഉണ്ടെന്ന് കൃത്യമായിട്ട് കിട്ടുന്നവനറിയാം. പിന്നെ അവൻ എന്തിനാണ് ഇതിൻ്റെ അകത്തൊരു പ്രഹസനം കാണിക്കുന്നത്? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പണം ഉള്ളവൻ്റെ എടുക്കാന്ന് പറഞ്ഞാൽ പ്രഹസനത്തിന് എന്ന് പറഞ്ഞൊരു വിലയുണ്ട്. പണം ഇല്ലാത്തവനാണ് സ്വർണ്ണം ഇടാണ്ട് പോയിട്ടുണ്ടെങ്കിൽ പറയും ദരിദ്രവാസിയാണ്, ഓനൊന്നും ഇല്ലാത്തവനാണ് എന്ന് മാത്രമാണ് പറയുക. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ ആദർശവും കാര്യങ്ങളും പിന്നെ എന്ന് പറഞ്ഞാൽ ജാതിയും മതം ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണമുള്ളവനാണെങ്കിൽ നിങ്ങൾ എതിർത്തോ, പണമില്ലാത്തവനാണെങ്കിൽ പിന്നീട് അങ്ങോട്ട് പിണമായി മാറുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുക. ഇപ്പോൾ ഈ സ്ത്രീ
സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം തന്നെ ഇവർ ദുരിതം അനുഭവിക്കാന്നതിൻ്റെ പരമാവധി അനുഭവിച്ചു. അതായത് അവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനൊരു സൈക്കോ തന്നെയാണ്. അവന് ഒരിക്കലും എന്ന് പറഞ്ഞാൽ മനുഷ്യഗണത്തിൽ കൂട്ടാൻ പറ്റൂല, അത്രമാത്രം സൈക്കോ ആണ് അവൻ. അവന് വേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീയുടെ, അതായത് ഇവരെ സ്നേഹിച്ചിട്ടില്ല, ഇവർക്കെന്ന് പറഞ്ഞാൽ ഇവരുടെ ശരീരം എന്തോ സ്നേഹിച്ചു, പിന്നെ ഇല്ലെങ്കിൽ ഇവരെ കഴുത്തിലായി പോയി, അങ്ങനെ എന്തോ ഒരു വലിയൊരു സംഭവമാണ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ. പണ്ടേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവോഴ്സ് ആയിട്ട് ആ സ്ത്രീ ആ മക്കളെയും കൊണ്ട് വേറെ എവിടെയെങ്കിലും ജീവിച്ചാൽ മതിയായിരുന്നു. അപ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യമല്ലേ, എന്ത് ചെയ്യാനാണ് ഈ പെൺമക്കളെ എന്ന് പറഞ്ഞിട്ട് അവർക്കും ഒരു ഇതില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എന്തെങ്കിലും ഒരു ജോലി ഇല്ലാതെ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള നിലപാടില്ലാതെ നിങ്ങൾ ഒരു കാരണവശാലും ഇതുപോലെയുള്ള വേട്ടാവളിയന്മാരെ കല്യാണം കഴിക്കരുത്. ആൾക്കാർ പലതും പറഞ്ഞോട്ടെ, രാഷ്ട്രീയക്കാർ പറയും, മറ്റുള്ളവർ പറയും, ഇവിടെ സമത്വം വേണമെന്ന് പറയും, എല്ലാ സംഭവവും വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇവരുടെ സ്വന്തം കാര്യത്തിൽ ഇവരിതൊന്നും എടുക്കൂല. സ്വന്തം കാര്യം വരുമ്പോൾ എല്ലാവരും കാവാത്ത മറക്കും എന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ സുരേഷ് എന്ന് പറയുന്ന നാലാഞ്ചിറക്കാരൻ, അയാൾ ഒരു ഇലക്ട്രീഷ്യൻ ആയിരുന്നു. നാട്ടിലാണെങ്കിലും എന്ന് പറഞ്ഞാൽ അത്യാവശ്യം പ്രശ്നങ്ങൾ വീട്ടിൽ സൃഷ്ടിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. പലപ്പോഴും എന്ന് പറഞ്ഞാൽ ഹസീന ബീവിയും മക്കളും കംപ്ലൈൻറ്റുമായിട്ട് പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് രാവിലെയാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. അതുമാത്രവുമല്ല, കുറച്ച് ദിവസം മുമ്പ് ഇവരാണെങ്കിൽ വേറൊരു സുഹൃത്തിൻ്റെ, അതായത് മർദ്ദിച്ച് അവശയാക്കിയപ്പോൾ ഇവർ ഓടി രക്ഷപ്പെട്ട മറ്റൊരു സ്ഥലത്തേക്ക്, അവിടെയായിരുന്നു 3-4 ദിവസം. പിന്നീട് ഇയാൾ സ്നേഹത്തിൻ്റെ പേരിൽ ഇയാളെന്തോ വിഷം കുടിക്കുന്നോ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇയാൾ കൃത്യമായിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്ത് വീണ്ടും ഇവരെ തിരിച്ചു കൊണ്ടുവരികയായിരുന്നു. ഇന്ന് രാവിലെയാണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ചു ആ കുഞ്ഞുങ്ങളുടെ അവസ്ഥ. അതായത് അവറ്റകൾക്ക് ആ ഒരു 4 മക്കൾ, ഇത് കണ്ട ആ 4 മക്കൾ, ഞാൻ ചോദിക്കുന്നത് ഇതേ ഉള്ളൂ, അതായത് ഈ സ്ത്രീയെ വെറുതെ വിട്ടിട്ട് ഇവൻ എന്തെങ്കിലും പോയി ചെയ്താൽ പോരെ, അതായത് സ്വന്തം തന്നെ അങ്ങ് തീർത്താൽ പോരെ. എന്തിനാണ് ഇങ്ങനെ മറ്റുള്ളവരെ, നിങ്ങൾ എത്രമാത്രം വേദനയോട് കൂടിയിട്ടായിരിക്കും ആ കുട്ടികൾ അവിടെ നിൽക്കുന്നുണ്ടാവുക. ഇനി ആ കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലവൻ്റെയും, അതായത് ആ കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പിന്നെ എന്താണ്ട് സുരേഷിൻ്റെ വീട്ടുകാരും അംഗീകരിക്കൂല, ഈ സ്ത്രീയുടെ വീട്ടുകാരും അംഗീകരിക്കൂല. അങ്ങനെ ആ കുട്ടികളാണ് ഇനി നരകതുല്യം ആകാൻ പോകുന്നത്. കാരണം എന്താ വെച്ചാൽ ഈ അച്ഛൻ്റെയും അമ്മയുടെയും തമ്മളപ്പിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നരകതുല്യമാകുന്നത് ആ കുട്ടികളാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എൻ്റെ പൊന്നു മക്കളെ, ആൾക്കാർ പലതും പറയാനുണ്ടാകും. നിങ്ങളുടെ അച്ഛനും അമ്മയും പറയുന്നത് കേട്ടിട്ട് വിവാഹം കഴിക്കാതോ, അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, സ്വന്തം ജാതി നിങ്ങൾ ഒളിച്ചോടോ എന്തോ ചെയ്യുക. ഒരിക്കലും എന്ന് പറഞ്ഞാൽ മതം മാറി കല്യാണം കഴിക്കരുത് എന്നേ ഞാൻ പറയുള്ളൂ. കാരണം അവിടെ ഒറ്റപ്പെട്ടു പോകും. എല്ലാവരും ജഗതീൻ്റെ മക്കളൊന്നുമല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ജഗതി ശ്രീകുമാറിൻ്റെ മകൾ പോയി എന്ന് വിചാരിച്ച് അത് ഷോൺ ജോർജ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്. അതുപോലെ തന്നെ PC ജോർജ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കൊന്നും അതിലൊന്നും ഒരു പ്രശ്നവുമില്ല എന്ന് വിചാരിച്ച് എല്ലാവരും ഇമാതിരി തോന്നിവാസം ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളാണ് ഒറ്റപ്പെട്ടു പോവുക. ആദർശവും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വേറെ എവിടെയും കൊണ്ട് വെക്കാൻ പറ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇങ്ങനെയുള്ള വേട്ടാവളിയന്മാരുടെ കൂടെ പോകരുത്. പോയി കഴിഞ്ഞാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പം തീർന്നോ ചോദിച്ചാൽ മതി. അതുകൊണ്ടാണ് പറയുന്നത്, പാല് തേനെ ചക്കര എന്നൊക്കെ പറഞ്ഞു വരും. ആലോചിച്ച് നോക്കണം നിങ്ങൾ, 4 മക്കളാണ് അവനുള്ളത് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നത്, സുരേഷ് എന്ന് പറയുന്ന ക്രൂരനെ എത്രയും പെട്ടെന്ന് പോലീസ് പിടിക്കട്ടെ. അവന് ശിക്ഷ കൊടുത്തിട്ടൊന്നും കാര്യമില്ല. എന്ത് ശിക്ഷ അവന് കൊടുക്കുക? അവന് തന്നെ അറിയാം ഇവിടെ ഒരു ശിക്ഷയോ കാര്യങ്ങളോ ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് കൃത്യമായിട്ട് അവനറിയാം. അതുകൊണ്ടാണല്ലോ ഇമാതിരി തോന്നിവാസം കളിക്കുന്നത്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ എത്രയെത്ര സംഭവങ്ങളാണ് ഓരോ ദിവസവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭാര്യ ഭർത്താവിനെ, ഭർത്താവ് ഭാര്യേനെ, അതുപോലെ പിന്നെ മകൻ അമ്മയെ, മകൻ അച്ഛനെ, അച്ഛൻ മകനെ, എന്തൊക്കെയാ കേൾക്കുന്നത്. ഇത് എങ്ങോട്ടാണ് നമ്മുടെ നാട് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഉത്തരവില്ല എൻ്റെ പൊന്നുമക്കളെ. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നേ. നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോ ആയിട്ട് വരാം.